ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. പൊട്ടും വൈകണ്ട, നമുക്ക് മേക്കപ്പ് ലുക്കിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ യൂഷ്വലി ചെയ്യണ പോലെ നമ്മൾ കോസാറെക്സിൻ്റെ സ്നെയിൽ പവർ മ്യൂസിയം പവർ എസൻസ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇവിടെ ആണെങ്കിൽ ഫൊണ്ണു ബാബി അവിടെ നിന്ന് കളിക്കുന്നുണ്ട്, ലൂസി ബാബി ഇതേ അവിടെ നിന്നിട്ട് ഫൊണ്ണുവിൻ്റെ അടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ ആദ്യം തന്നെ കോസാറെക്സിൻ്റെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ണിൽ എന്താ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം ശരിയല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവനാണെങ്കിൽ രാത്രി ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ എണീക്കും. പിന്നെ ചില സമയത്ത് ഉച്ചയ്ക്കൊക്കെ എന്തെങ്കിലും പണി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഡാർക്ക് സർക്കിൾസ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തു. ഞാൻ മേക്കപ്പ് പൗച്ച് കേട്ടോ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് ലിങ്കും, കുറേ പേരൊന്നുമല്ല, ഒന്ന് രണ്ട് പേരൊക്കെ ലിങ്കും കാര്യങ്ങളും പിന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ എൻ്റെ മേക്കപ്പ് പൗച്ച്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഇതിടാൻ പോവാം കേട്ടോ. എന്ത് കൺസീലർ. ഫൗണ്ടേഷനൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, കൺസീലർ കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ജസ്റ്റ് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കൂടിയത് നോക്കിയിട്ട് ഇതാക്കണ്ട, ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ പക്കയാവും. കണ്ടോ, ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റായി വരും കേട്ടോ. പൊണ്ണു ഞാൻ ഇപ്പോൾ എവിടെ പോകണമെങ്കിലും ഈ മെത്തേഡായിട്ട് ചെയ്യാറ്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഈ ബ്ലൗസൊക്കെ കുറേ നാളത്തെ കേട്ടോ. അപ്പം എനിക്കിവിടെ നാട്ടിലാണെങ്കിൽ ബ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സംഭവമൊക്കെ ബ്ലെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഡയറക്റ്റ്ലി ഐ മേക്കപ്പിലേക്ക് പോവാണ്. നമ്മൾ ബോൾഡ് ആയിട്ടുള്ള ഐസ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ പൊന്നു ബാബി ഒരു ബോൾഡ് ഐസ് ലുക്കാട്ടോ നമ്മൾ ചെയ്യണേ. അപ്പോൾ നമ്മളൊരു ഡാർക്ക് കളർ ഷെയ്ഡാണ് നമുക്ക് പിടിക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ വേറൊരു ഷെയ്ഡ് ഇട്ട് കൊടുക്കും. ഡാർക്ക് കളർ ഷെയ്ഡ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഇത് ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒരുങ്ങാൻ പറ്റാവുന്നൊരു ലുക്കാട്ടോ. അപ്പോൾ പകുതി ഇതിങ്ങനെ വന്നിട്ട് പകുതി ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് കേട്ടോ. അതാണ് പൊണ്ണു. എന്തിട്ടൊക്കെയത് പൊണ്ണു. അങ്ങനെ നമ്മൾ ഐ മേക്കപ്പ് ഏകദേശം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഐബ്രോസ് ഞാൻ എഴുതുന്നുണ്ട്. ഇതെൻ്റെ കുറേ നാളത്തെ കേട്ടോ, പക്ഷെ അടിപൊളിയാണ് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു ബ്ലാക്ക് കളറല്ല, ഒരു ബ്രൗൺ കളറാണ്. ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ബ്രോസ് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗം ഇതുപോലത്തെ ഒരു കവറിങ് ഉണ്ടായിരുന്നു. ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്നു ഒരു പെൻസിലായിട്ട്. ലാക്മേയുടെ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നാട്ടിലുള്ളപ്പോൾ ഞാൻ മേടിച്ചതാണ് കേട്ടോ. അടിപൊളിയാണ്. ഒരു 2-3 കൊല്ലം തന്നെ ആയിട്ടുണ്ടാവും. സംഭവം അടിപൊളിയാണ് കേട്ടോ. നാച്ചുറലായിട്ട് നമുക്ക് എന്താ പറയുക തോന്നും.
ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും തോന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മേക്കപ്പ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വേറൊരു സംഭവമായിരുന്നു, ഇതൊന്നും കണ്ടില്ല. അതാണെങ്കിൽ ഇത്തിരി ആർട്ടിഫിഷ്യാലിറ്റി ലുക്ക് ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ നാച്ചുറലായിട്ട്, ഇത് ഒരു ബ്ലാക്ക് കളറല്ല, ജെറ്റ് ബ്ലാക്ക് കളറല്ല, ഒരു ബ്രൗൺ കളറായിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാട്ടോ. ഞാൻ കുറേ നാളായി ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ട്. ഇവിടെ ഒക്കെ എക്സ്ട്രാസാണ്. ഞാൻ ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പ്ലക്ക് ചെയ്ത് കളയാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഇതുണ്ട്, ഹെയർ റിമൂവർ ആയിട്ടുള്ളൊരു മെഷീൻ പോലത്തെ ഒരു സമയം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹെയർ റിമൂവ് ചെയ്യാനുള്ളൊരിത്. അപ്പം അത് വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ ഒട്ടും ടൈമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് എക്സ്ട്രാസ് കാണുമ്പോൾ അതൊന്ന് പ്ലക്ക് ചെയ്ത് കളയുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ഐബ്രോസ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണേ, ലാഷസ് വെക്കണം, അതുപോലെ തന്നെ കണ്ണ് എഴുതണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണ് എഴുതാം കേട്ടോ. കണ്ണ് എഴുതിയതിന് ശേഷം ലാഷസ് വെക്കുന്നതായിരിക്കും. അല്ലേ പൊണ്ണു? പൊണ്ണുവിന് വേറെ തരാം. പൊണ്ണിന് വേറെ ഉണ്ടല്ലോ. പൊണ്ണ് ഹാപ്പി. ഇത് എഴുതിയതിന് ശേഷം നമുക്ക് സ്മോക്കി എഫക്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഐലൈനർ എഴുതി. ഇനി അടിയിലും കൂടി ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കട്ടെ കേട്ടോ. പൊണ്ണു ബാബി. എന്തോ കണ്ണില് തോന്നി. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടക്കട്ടെ കേട്ടോ. അപ്പോൾ സെറ്റായി. ഇനി നമുക്ക് ലാഷസ് ഫിറ്റ് ചെയ്യാം കേട്ടോ. പൗഡർ ഇട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ നോർമൽ പൗഡർ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു മേക്കപ്പ് ലുക്കല്ലേ. ഇനി നമ്മൾ ലാഷസ് വെക്കാൻ പോവാണ്. ലാഷിൻ്റെ ഗം കൊടുത്തു. നമ്മളിനി ലാഷസ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഈ ലാഷ് നാട്ടിൽ നിന്ന് മേടിക്കുന്ന സമയത്താണെങ്കിൽ ഗ്ലൂ മേടിക്കായിരുന്നില്ല. അവർ പറയാം അതിൻ്റെ ഒപ്പം തന്നെ ഗ്ലൂ ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഗ്ലൂ ഉണ്ട്. ബട്ട് അതിൻ്റെ ഒപ്പം ഗ്ലൂ ഉണ്ടാവാറില്ല. ഇതൊരു പിന്നിട്ടിട്ട് ഓപ്പൺ ചെയ്യണം. അപ്പം അങ്ങനെയാട്ടോ. ഇപ്പം അതേ നമുക്ക് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഗ്ലൂ തുറന്നു കേട്ടോ. ഇനി നമുക്ക് ലാഷസിൻ്റെ സംഭവം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കും. പൊണ്ണു എന്താ അവിടെ ചെയ്യണേ? ഇത് ഭയങ്കര റാപ്പിംഗ് ആണ്. ഞാൻ അധികം എന്താ പറയാ ഇതില്ലാത്ത ലാഷസ് ആയിരുന്നു നോക്കിയേ. ബട്ട് വന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തിക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ, ഓൾറെഡി
കൺപീലുള്ളതുകൊണ്ട് അത്രയ്ക്ക് വൃത്തികേടായിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് മസ്കാര ഇട്ട പോലെ എനിക്ക് പേഴ്സണലി തോന്നണം കേട്ടോ. ഇതിനൊന്ന് ഫിക്സ് ചെയ്യണം. പൊണ്ണോട് എന്താ ചെയ്യണേ? അങ്ങനെ ഈ സൈഡിലെ ലാഷസ് വെച്ചുവിട്ടു. നമ്മൾ ഇപ്പുറത്തെ സൈഡും കൂടി വെച്ചിട്ട് വരാം. ഇത് എനിക്ക് എപ്പോഴും വെക്കുമ്പോൾ എനിക്ക് പേഴ്സണലി വരാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എൻഡ് ഉണ്ടാവുമല്ലോ, അതായത് ഈ ഭാഗത്ത് കണ്ടോ, ഇതിപ്പോഴും ഒരു കറക്റ്റായിട്ട് ഇരിക്കണില്ല. അത് റെഡിയാക്കി വെക്കണം. ആ എൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഇതാവാറില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ജസ്റ്റ് ഒന്ന് വെക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് വെച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് ഗ്ലൂ അധികം അപ്ലൈ ചെയ്യാത്തത് കൊണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ സംഭവം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞൊരു സ്പൂളി അതിൻ്റെ ഒപ്പം കിട്ടിയതാണ്. നമുക്ക് ബാക്കിയുള്ള മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചേട്ടൻ കണ്ടു, ഗ്ലൂ ഒക്കെ. ഇനി ജസ്റ്റ് ഒന്ന് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഒരു അവലോണ്ട് ഒരു ലിപ്സ്റ്റിക് കേട്ടോ. ഓവറായിട്ടുള്ള ജസ്റ്റ് ഒന്ന് 2 ചീക്സുമേ ഇനി നമുക്ക് പൊണ്ണു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ബ്ലൗസ് ലൂസാണ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഒന്നും കൂടിയും ഐ മേക്കപ്പ് ഒന്നും കൂടിയും ജസ്റ്റ് റെഡിയാക്കാണ്ട്. എല്ലാതും ഞാൻ എടുത്തത് അപ്പം തന്നെ പൗച്ചിലെടുത്ത് വെക്കാണ്. കാരണം ഇവിടെ ഒരു കുറുനരി ഉണ്ട് എല്ലാം മുഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇവിടെ ഇപ്പോഴാണ് കറക്റ്റ്. പൊണ്ണു. അപ്പൊ ഇത് നമ്മുടെ കുട്ടിയോടെ വന്നിട്ടുണ്ട് കേട്ടോ. കരച്ചിലും മേഷം ഇങ്ങോട്ടൊക്കെ ആയിട്ട് വീഡിയോയിൽ വരാൻ വേണ്ടി അപ്പൊ ഞാനും കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ടേ? അമ്മ വീഡിയോ ചെയ്തോട്ടെ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ജ്വല്ലറിയും കൂടി ഇടാം കേട്ടോ. ഇതാണ് ഇത് എന്തോ ചെയ്തപ്പോ കൈ പൊള്ളി പോയത്തെ വേദന. അപ്പൊ നമ്മളിത് ഇതാട്ടോ ജ്വല്ലറി ഇടാൻ പോണേ. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇടാൻ പോണേ. പിങ്കിന് പിങ്ക് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നണില്ല അങ്ങനെ വേണമെന്ന്. നമ്മൾ ജ്വല്ലറി ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ടു കേട്ടോ. എനിക്കിത് ഇയറിങ്സ് ഇല്ലാണ്ട് ഇടണ്ടാണ് ഇത്രയും കൂടി ഭംഗി തോന്നിയ കേട്ടോ. ബട്ട് കുഴപ്പമില്ല, എന്തായാലും ഇയറിങ്സ് ഉള്ളതല്ലേ നമുക്ക് ഇടാം. ഇനി നമുക്ക് ഒരു ബിന്ദിയും പിന്നെ ഹെയറൊന്നും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് കണ്ണൊന്നും കൂടി ഒന്ന് ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊണ്ണു ബാബി നമുക്ക് ഹെയർ സ്റ്റൈലും ബിന്ദിയും വെച്ച് കൊടുക്കാം കേട്ടോ. പൊട്ട് വെച്ച് കൊടുക്കാം. ഇനി ഹെയർ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഹെയർ സ്റ്റൈൽ വേറെ ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് എല്ലാം കൂട്ടി എടുത്തിട്ട് ഒരു ഹൈ ബണ്ണാട്ടോ ഇടണേ. അപ്പം നമുക്ക് ഇടാം. ഭയങ്കര എളുപ്പമാണ് ബണ്ണിടാൻ. ജസ്റ്റ് ഇങ്ങനെ
ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പം ഇതാട്ടോ നമ്മുടെ മേക്കപ്പ് ലുക്ക്. അപ്പം ഞാൻ ജസ്റ്റ് സാരി എടുത്തതിൻ്റെ ഒന്ന് വീഡിയോ ഒന്ന് കാട്ടിത്തരാം. അപ്പം നിങ്ങൾക്ക് മേക്കപ്പ് ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇതുപോലത്തെ ഇനിയും എന്തെങ്കിലും ലുക്സ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് നിന്നിട്ടുള്ള പിക്സും കൂടി കാട്ടിത്തരാം. പിക്സ് അല്ല, വീഡിയോസ് കാട്ടിത്തരാം. അപ്പം ഇതാട്ടോ, ഇതൊരു എനിക്ക് മെറ്റീരിയൽ അറിയില്ല, ബട്ട് ഇങ്ങനെ ഒഴുകി കിടക്കണ ടൈപ്പ് ഇതാട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ലുക്ക്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ബൈ.